പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാളെ മനസ്സിലോർത്ത് ഇതിൽ കാണുന്ന ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 4 എന്ന അക്കം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. തനിക്ക് കൂടുതൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് തൻ്റെ മനസ്സ് ഭദ്രമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് കൂടുതൽ ലോകം വെട്ടിപ്പിടിക്കണമെന്നോ കൂടുതൽ കാര്യങ്ങൾ എത്തിക്കിട്ടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലാതെ മറ്റ് ആഗ്രഹങ്ങളൊന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല. കൂടുതൽ ധനം ഉണ്ടാക്കണമെന്നോ കൂടുതൽ അധികാരങ്ങൾ നേടണമെന്നോ എന്നുള്ള ആഗ്രഹമൊന്നും ആ വ്യക്തിക്കില്ല. തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെന്നും ആ വ്യക്തിയുടേതാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് പോയി യാചിച്ച് നേട്ടങ്ങളുണ്ടാക്കാനോ വഞ്ചിച്ച് നേട്ടങ്ങളുണ്ടാക്കാനോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കുക. താൻ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി എന്നും സ്നേഹിക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും അന്യായമായ ഒന്നും നേടാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനുവേണ്ടി സമയം മെനക്കെടുത്താനും തയ്യാറല്ല. താൻ ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതുമായി ആത്മാർത്ഥമായി മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ ജീവിതം, അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ അലങ്കാരങ്ങൾ ഇതൊന്നും കണ്ട് ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഇതൊന്നും കണ്ട് കണ്ണ് മഞ്ഞളിക്കുകയോ ചെയ്യുന്ന സ്വഭാവത്തിനുടമയല്ല ആ വ്യക്തി. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് ചെയ്ത് നൽകാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പ്രണയമുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ കാണാൻ കഴിയില്ല. ആ വ്യക്തി അതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കെയർ ആ വ്യക്തിക്കുണ്ട്. പലപ്പോഴും മധുരകരമായ വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കും, ഇഷ്ടമുണ്ടായിരിക്കും, പ്രണയമുണ്ടായിരിക്കും. അടുത്തതായി 8 എന്ന അക്കം സെലക്ട് ചെയ്ത ആൾക്കാർ റീഡിംഗാണ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാം. ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ വെട്ടിപ്പിടിക്കണം, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ദിനരാത്രങ്ങൾ ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് നേടുന്നുമുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകാനും വേണ്ടി തന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നേടിയെടുക്കുക. തനിക്ക് നേടാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലുത് നേടിയെടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തി കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ളതാണ്. പരമാവധി സ്വപ്നം കാണുക, പരമാവധി നേടുക ഒക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹങ്ങളാണ്. അതിന് ആ വ്യക്തി എപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനിയാണ്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ ആർത്തി പിടിച്ച് തന്നെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. സ്നേഹം പരമാവധി നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് പരമാവധി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളിൽ സ്നേഹമുണ്ട്. എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും മറന്നുപോയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയുള്ള ജീവിത സാഹചര്യവും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. എങ്ങനെയായാലും നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി തന്നെയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ കാത്ത്
നിൽക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ആ വ്യക്തി തയ്യാറാണ്. പക്ഷെ പലപ്പോഴും ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കും. അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ചിലപ്പോൾ ചില പിണക്കങ്ങളോ അതിൻ്റെ പേരിൽ കുറച്ച് നാൾ അകന്നു നിൽക്കുകയോ ഒക്കെ ഉണ്ടാകാം. സ്നേഹം കൂടിയതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പല കാര്യങ്ങളും, സ്നേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിലും ഒക്കെ ആ വ്യക്തിക്ക് ചെറിയ വിയോജിപ്പുകളും ചെറിയ പിണക്കങ്ങളും വാശികളും ഒക്കെ കാണാം. എങ്കിലും സ്നേഹം കൂടുതൽ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പരമാവധി വിജയിക്കുക, പരമാവധി സ്വപ്നം കാണുക, പരമാവധി നേട്ടങ്ങൾ കൊയ്യുക, ജീവിതത്തിൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. ഈ നേട്ടങ്ങൾക്ക് വേണ്ടി പുറകെ പോകുമ്പോൾ മനസ്സും ശരീരവും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത് ചെയ്യാനും മടിയില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. മനസ്സെപ്പോഴും ആത്മസംഘർഷങ്ങളാൽ എപ്പോഴും തിരക്ക് പിടിച്ചിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി ചില വിഷമങ്ങൾ ആ വ്യക്തിയെ പിന്തുടരും. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് സ്നേഹമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.